In this video, I am discussing the topic of intermediaries in the new issue market. Intermediaries in the new issue market അല്ലെങ്കിൽ പ്ലെയേഴ്സ് ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൈമറി മാർക്കറ്റിൽ എത്ര പ്ലെയേഴ്സാണ് ഒരു പ്രൈമറി മാർക്കറ്റിലുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ മർച്ചൻറ്റ് ബാങ്കർ, സെക്കൻഡ് വൺ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ, തേർഡ് വൺ അണ്ടർ റൈറ്റേഴ്സ്, ഫോർത്ത് വൺ ബാങ്കേഴ്സ് ടു എൻ ഇഷ്യൂ, ഫിഫ്ത്ത് വൺ ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ. ഇതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മർച്ചൻറ്റ് ബാങ്കർ എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ മർച്ചൻറ്റ് ബാങ്കർ. Merchant banker means that any person or institution who is engaged in the business of issue management, either by making arrangement regarding selling, buying or subscribing to issues to securities as manager, consultant, advisor or rendering corporate advisory services in relation to such issue management. എന്ന് വെച്ച് കഴിഞ്ഞാൽ മർച്ചൻറ്റ് ബാങ്കർ എന്നാൽ ഇഷ്യൂ മാനേജ്മെൻറ്റിൻ്റെ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുന്ന ഏതൊരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനത്തെയും മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്നു. ഒന്നില്ലെങ്കിൽ മാനേജർ, കൺസൾട്ടൻറ്റ്, അഡ്വൈസറീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് റെൻഡറിങ് അഡ്വൈസറീസ് എന്നിവ പോലുള്ള സെക്യൂരിറ്റികൾ, ബൈയിങ്, സെല്ലിങ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത് ഒരു മർച്ചൻറ്റ് ബാങ്കിലൂടെയാണ്. അതുപോലെ എന്താ നെക്സ്റ്റ് പോയിൻ്റ് പറയുകയാണെങ്കിൽ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർമീഡിയറീസ് ഇൻ പ്രൈമറി മാർക്കറ്റ്. ഒരു പ്രൈമറി മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയറേറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറിയാണ് മർച്ചൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്കർ. മർച്ചൻറ്റ് ബാങ്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റിൻ്റെ പൊതുപ്രശ്നങ്ങൾ നടത്തുക, അത് പരിഹരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്ക്സ്. മർച്ചൻറ്റ് ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുക എന്നത് മർച്ചൻറ്റ് ബാങ്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ആക്ടിവിറ്റിയാണ്. മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുക എന്നത്. ആ ഫണ്ട് റൈസ് ചെയ്ത ഫണ്ട് അതുപയോഗിച്ച് കമ്പനീനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ മെയിനായുള്ള ഫങ്ഷനാണ്. മർച്ചൻറ്റ് ബാങ്കറിൻ്റെ മെയിനായുള്ള ഫങ്ഷനാണ് മാർക്കറ്റിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കമ്പനീനെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നത്. നെക്സ്റ്റ്, പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വിവിധ സെക്യൂരിറ്റികൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ അല്ലെങ്കിൽ വിവിധ സെക്യൂരിറ്റികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മർച്ചൻറ്റ് ബാങ്കേഴ്സ് സഹായിക്കുന്നു. പലതരത്തിലുള്ള സെക്യൂരിറ്റികളുണ്ടാവും, ആ സെക്യൂരിറ്റികളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മർച്ചൻറ്റ് ബാങ്കേഴ്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മർച്ചൻറ്റ് ബാങ്കറിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ മെയിനായിട്ടുള്ള കുറച്ച് കോമ്പണൻസ് ആണ് നമ്മുടെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ട്സും ഇക്വിറ്റി ഫണ്ട്സും ഒക്കെ നമ്മുടെ മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ നെറ്റ്വർക്കിൽ, മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള കോമ്പണൻസ് ആണ്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ്. എന്താണ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസ്? മർച്ചൻറ്റ് ബാങ്കർമാർ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനായിട്ട് പ്രധാനമായ കുറേ കോമ്പണൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ്. എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ ശരിയായ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ്, അതുപോലെ തന്നെ ഗിയറിംഗ് റേഷ്യോസ്, ഇതൊക്കെ ഈ റേഷ്യോസൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഡിറ്റർമൈൻ ചെയ്യുക. ശരിയായ അനുപാതത്തിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയും അതുപോലെ തന്നെ ഗിയറിംഗ് റേഷ്യോയും ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ ക്ലയൻറ്റുകൾക്ക് ഉചിതമായ ക്യാപിറ്റൽ സ്ട്രക്ചർ രൂപീകരിക്കുന്നതിനും ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലയൻറ്റുകൾക്ക് പുതുതായിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റുകൾക്ക് ഉചിതമായ രീതിയിൽ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക എന്നത് ഒരു മർച്ചൻറ്റ് ബാങ്കേഴ്സിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ്. റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ മർച്ചൻറ്റ് ബാങ്കർമാർ മർച്ചൻറ്റ് ബാങ്കർമാരുടെ ക്ലയൻസിന്
ഒരു റീഫിനാൻസിങ് ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുകയും അതിന് മർച്ചൻറ്റ് ബാങ്കേഴ്സിൽ കുറേ ക്ലയൻസ് ഉണ്ടാവും. ആ മർച്ചൻറ്റ് ബാങ്കർമാരുള്ള ക്ലയൻസുകൾക്ക് എന്താണ് റീഫിനാൻസിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് മെയിനായുള്ളൊരു ഉദ്ദേശം. ആ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്താണ് വില കുറഞ്ഞ ഫണ്ട് എന്ന് വെച്ചാൽ റൈറ്റ് കുറഞ്ഞ ഫണ്ടുകളുടെ ഉറവിടം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മർച്ചൻറ്റ് ബാങ്കേഴ്സ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഒരു ഫണ്ടുകളുടെ ഉറവിടം അല്ലെങ്കിൽ ആ ഫണ്ടുകളുടെ വില കുറഞ്ഞതിനുള്ള കാരണം എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ മർച്ചൻറ്റ് ബാങ്കേഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഹെഡ്ജിങ് സ്ട്രാറ്റജികളെക്കുറിച്ച് ക്ലയൻസിനെ ഉപദേശിക്കുകയും അതിനുചിതമായുള്ള സ്ട്രാറ്റജീസ് നിർദ്ദേശിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പ്രൊജക്റ്റ് അഡ്വൈസറി സർവീസസ്. ക്ലയൻറ്റുകൾ ഏറ്റെടുക്കുന്ന പ്രൊജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മർച്ചൻറ്റ് ബാങ്കർമാരെ അവരുടെ ക്ലയൻസിനെ സഹായിക്കുക. എന്നുവെച്ചാൽ ഒരു ക്ലയൻറ്റുകൾ ഏറ്റെടുത്ത പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകളിൽ മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ഹെൽപ്പ് അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കർമാരുടെ ക്ലയൻസിൻ്റെ ഹെൽപ്പ് എന്താണ് കൂടുതലായിട്ട് വഹിക്കുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താണ് മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ഹെൽപ്പ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പ്രൊജക്റ്റ് ടേം ലോൺസ് ലഭിക്കുന്നതിന് മർച്ചൻറ്റ് ബാങ്കേഴ്സ് മെയിനായിട്ട് സഹായിക്കുന്നു. പ്രൊജക്റ്റിൻ്റെ ടേം ലോൺ ലഭിക്കുന്നതിന് മർച്ചൻറ്റ് ബാങ്കർ മെയിനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് പ്രൊവൈഡിങ് വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു മർച്ചൻറ്റ് ബാങ്കറിൽ പുതുതായിട്ടുള്ള ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുക, ഒബ്റ്റെയിൻ ദ വെഞ്ചർ ക്യാപിറ്റൽ, അതൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്ന ഒരു സെബിയിൽ എന്താണ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് മെയിനായിട്ടൊരു സെബീൻ്റെ എല്ലാ ഗൈഡ് ലൈൻസിലും അത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മാൻഡാറ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് മർച്ചൻറ്റ് ബാങ്കർ, അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്കറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു.